ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. അപ്പോൾ ഒരു 10K റേഞ്ചിൽ വരുന്ന ബെസ്റ്റ് ആയിട്ടുള്ള 4 5G ഫോൺസ് ആട്ടോ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത്. സോ അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ 7000 സബ്സ്ക്രൈബേഴ്സ് ആവാനായിട്ടുണ്ട്. ജസ്റ്റിന് അത്ര പോലെ മാത്രമേ വേണ്ടൂ. അപ്പം വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. വീഡിയോ അല്ലെങ്കിൽ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം ചെയ്താൽ മതി, അല്ലാതെ ചെയ്യണമെന്നില്ല, നിർബന്ധിക്കുന്നില്ല. സോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം. അപ്പോൾ ഫസ്റ്റത്തെ ഒരു ഫോൺ അല്ലെങ്കിൽ ഈ ലിസ്റ്റിലെ 4th പൊസിഷൻ നിൽക്കുന്ന ഫോൺ എന്ന് പറഞ്ഞാൽ റെഡ്മിയുടെ 13C 5G എന്ന മോഡലാണ്. ഇതിൻ്റെ ഒരു ഡിസൈൻ പാറ്റേൺ ഒക്കെ പറയുകയാണെങ്കിൽ ഒരു ഐഫോണിൻ്റെ ഒക്കെ ആ ഒരു സെറ്റപ്പ് ക്യാമറ മൊഡ്യൂളാണ് വരുന്നത്. ആ ഒരു സെയിം അല്ല, ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആ ഒരു രീതിയിലാണ് കൊടുത്തത്. ട്രിപ്പിൾ ക്യാമറക്ക് പകരം ഒരു ഫ്ലാഷ് ആണെന്നേ ഉള്ളൂ. ഡിസ്പ്ലേ പറ്റി പറയുകയാണെങ്കിൽ 6.74 ഇഞ്ച് വരുന്ന ഒരു HD+ IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. സെൻട്രൽ അലൈൻ ആയിട്ടുള്ള നോച്ചിലാണ് സെൽഫി ക്യാമറ ഒത്തുള്ളത്. സോ പഞ്ച് ഹോൾ ഈ ഒരു ഫോണിൽ വരുന്നില്ല. ദെൻ ക്യാമറ പറ്റി പറയുകയാണെങ്കിൽ 15 MB പ്രൈമറി ക്യാമറ വരുന്നുണ്ട്. പിന്നെ ഒരു ഓക്സിലറി ലെൻസ് ആണ് സെക്കൻഡറി ആയിട്ട് കൊടുത്തിട്ടുള്ളത്. സെൽഫി ക്യാമറ ആണെങ്കിൽ ഒരു സെക്കൻഡ് പിന്നീട് സെൽഫി ക്യാമറ ആണെങ്കിൽ 5 MB സെൽഫി ക്യാമറ ആണ് വരുന്നത്. ദെൻ ഇതിൻ്റെ പെർഫോമൻസ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ മീഡിയാടെക്കിൻ്റെ ഡിമെൻസിറ്റി 6100 എന്ന ചിപ്സെറ്റ് ആണ് ഇതിൽ വരുന്നത്. ഇതിൻ്റെ ഒരു ആൻറ്റു സ്കോർ എന്നൊക്കെ പറയുകയാണെങ്കിൽ ഒരു 3,70,000 ആ റേഞ്ചൊക്കെ തന്നെ വരുന്നത്. കുഴപ്പമില്ലാത്ത പെർഫോമൻസ് ഉണ്ട് തന്നെ പറയാം. പിന്നീട് റെഡ്മി ഫോണാണ്, MIUI ബേസ്ഡ് ഓൺ ആൻഡ്രോയിഡ് 13 ആണ്. ഇപ്പം എനിക്ക് തോന്നുന്നു ആൻഡ്രോയിഡ് 14 ആയിട്ടായിരിക്കും ഔട്ട് ഓഫ് ബോക്സ് ആയിട്ട് വരുന്നത്. ഇറങ്ങിയ സമയത്ത് 13 ആണ് ഉണ്ടായത്. പിന്നീട് ബാറ്ററി 5000 mAh ബാറ്ററിയും 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറും ബോക്സിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്രൈസ് ആൻഡ് വേരിയൻറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ 4GB 128GB ആണ് ബേസ് മോഡൽ. ഇതിൻ്റെ പ്രൈസ് 8,999 ആയിട്ട് മാത്രമേ വരുന്നുള്ളൂ. സോ 9,000 രൂപയ്ക്ക് ഈ ഒരു 5G ഫോൺ കിട്ടുന്നതായിരിക്കും. അത്യാവശ്യം ആ ഒരു 9,000 രൂപ എന്ന പ്രൈസ് പോയിന്റ് നോക്കുമ്പോൾ അത്യാവശ്യം കൊള്ളാം. നല്ല ഡിസ്പ്ലേ, ക്യാമറ, പെർഫോമൻസ് എല്ലാം വരുന്നുണ്ട്. 10K പോലും ഇതിൻ്റെ പ്രൈസ് വരുന്നില്ല. സോ അത്യാവശ്യം നല്ലൊരു ഫോണാണ്. ദെൻ ഇതിൽ 3rd പൊസിഷൻ നിൽക്കുന്ന ഫോൺ എന്ന് പറയുന്നത് റിയൽമിയുടെ C63 5G എന്ന മോഡലാണ്. ഇതിൻ്റെ ഡിസ്പ്ലേ പറ്റി പറയുകയാണെങ്കിൽ 6.67 ഇഞ്ച് വരുന്ന ഒരു HD+ LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും വരുന്നുണ്ട്. സെൻട്രൽ അലൈൻ ആയിട്ടുള്ള പഞ്ച് ഹോൾ ആയിട്ടാണ് സെൽഫി ക്യാമറ കൊടുത്തുള്ളത്. സോ നോച്ച് അല്ല, പഞ്ച് ഹോൾ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ദെൻ ക്യാമറ പറ്റി പറയുകയാണെങ്കിൽ 32 MB പ്രൈമറി ക്യാമറ റിയറിൽ വരുന്നുണ്ട്. സെൽഫി ആണെങ്കിൽ ഒരു 8 MB സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. ഇനി പെർഫോമൻസ് ആയിട്ടാണെങ്കിൽ മീഡിയാടെക്കിൻ്റെ ഡിമെൻസിറ്റി 6300 എന്ന ചിപ്സെറ്റ് വരുന്നുണ്ട്. ആൻറ്റു സ്കോർ ഒക്കെ പറയുകയാണെങ്കിൽ 4,20,000 ആ റേഞ്ചൊക്കെ തന്നെ കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ചിപ്സെറ്റ് തന്നെ ഇതിൽ വരുന്നുണ്ട്. ദെൻ റിയൽമി ഫോണാണ്. അതുപോലെ തന്നെ റിയൽമി UI 5.0 ആയിട്ടാണ് യൂസർ ഇൻ്റർഫേസ് ആയിട്ട് വരുന്നത്. ബേസ്ഡ് ഓൺ ആൻഡ്രോയിഡ് 14 ആയിട്ടാണ് വരുന്നത്. ബാറ്ററി ആണെങ്കിൽ 5000 mAh ബാറ്ററിയും 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറും ബോക്സിനകത്ത് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പ്രൈസ് പറയുകയാണെങ്കിൽ 4GB 128GB ആണ് ബേസ് മോഡൽ. അതിൻ്റെ പ്രൈസാണ് 10,999 ആയിട്ടാണ് നോർമലായിട്ട് വരാറുള്ളത്. ബട്ട് ഓഫർ വരുന്ന സമയത്ത് 10K റേഞ്ചിൽ കിട്ടാറുണ്ട്. സോ 11,000 രൂപ ഉണ്ട്. എന്നാൽ പോലും എല്ലാ രീതിയിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു സ്പെക്ക് ഇതിന് വരുന്നുണ്ട്. സോ ഇറ്റ്സ് ഓക്കെ. 11,000 രൂപയാണ്. പക്ഷേ ഓഫർ പ്രൈസിലാണെങ്കിൽ നിങ്ങൾക്ക് 10K റേഞ്ച് കിട്ടുന്നുണ്ട്. സോ റിയൽമിയുടെ ഒക്കെ ഫോൺസ് നോക്കുന്നുണ്ടെങ്കിൽ ഇതൊരു ബെസ്റ്റ് ആയുള്ളൊരു ഓപ്ഷനാണ്. ദെൻ ഈ ലിസ്റ്റിലെ 2nd പൊസിഷൻ നിൽക്കുന്ന ഫോൺ എന്ന് പറയുന്നത് IQയുടെ Z9 Lite അല്ലെങ്കിൽ വിവോയുടെ T3 Lite. ഇതിൽ ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഡിസൈൻ ബേസ് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. സോ 2 ഡിസൈനും സൈഡ് ബൈ സൈഡ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാവുന്നതാണ്. ഡിസ്പ്ലേ പറ്റി പറയുകയാണെങ്കിൽ 6.56 ഇഞ്ച് വരുന്ന HD+ 90 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ 15 MB പ്രൈമറി ക്യാമറ വരുന്നുണ്ട്. 2 MB ഒരു സെക്കൻഡറി ലെൻസും ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. സെൽഫി ക്യാമറ ആണെങ്കിൽ 8 MB സെൽഫി ക്യാമറയും നോച്ചിനകത്താണ് കൊടുത്തത്. പഞ്ച് ഹോൾ ആയിട്ട് വരുന്നില്ല. പിന്നീട് പെർഫോമൻസ് ആണെങ്കിൽ മീഡിയാടെക്കിൻ്റെ ഡിമെൻസിറ്റി 6300 എന്ന ചിപ്സെറ്റ് വരുന്നുണ്ട്. ആൻറ്റു സ്കോറൊക്കെ ആണെങ്കിൽ അറൗണ്ട് ഒരു 4,10,000 ആ റേഞ്ചൊക്കെ തന്നെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല പെർഫോമൻസ് വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞ ഫോണും ഇതേ സെയിം ആയിട്ടുള്ള ചിപ്പാണ് വരുന്നത്. സോ സെയിം ആയിട്ടുള്ള പെർഫോമൻസ് എല്ലാം കിട്ടുന്നുണ്ട്. ദെൻ വിവോ IQ ഫോണാണ്. ഫൺ ടച്ച് ചോയ്സ് ആയിട്ടാണ് വരുന്നത്. ഫൺ ടച്ച് ചോയ്സ് 14 ബേസ്ഡ് ഓൺ ആൻഡ്രോയിഡ് 14 ആയിട്ടാണ് വരുന്നത്. 15 അപ്ഡേറ്റ് എന്തായാലും കിട്ടുന്നതായിരിക്കും. അത് ബാക്കിയുള്ള എല്ലാ ഫോണും കിട്ടുന്നുണ്ട്. പിന്നീട് ബാറ്ററി ആണെങ്കിൽ 5000 mAh ബാറ്ററിയും 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറും വരുന്നുണ്ട്. ഇതിൻ്റെ പ്രൈസ് പറയുകയാണെങ്കിൽ 4GB 128GB ആണ് ബേസ് മോഡൽ. ഇതിൻ്റെ പ്രൈസ് 10,499 ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ 10,500 ആണ്. പക്ഷേ ഓഫർ പ്രൈസിലാണെങ്കിൽ 10,000 രൂപയ്ക്ക് താഴെയും വരാറുണ്ട്. സോ അത്യാവശ്യം നല്ല പെർഫോമൻസ് ഒക്കെ ഉള്ള ഫോൺ തന്നെയാണ്. പെർഫോമൻസും ക്യാമറയും എല്ലാം ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. വിവോ IQ ഫോൺസ് ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ അത്യാവശ്യം നല്ലൊരു ബെസ്റ്റ് വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഫോണാണ്. ഇനി ലാസ്റ്റ് ഈ ലിസ്റ്റിലെ ഫസ്റ്റ് പൊസിഷൻ നിൽക്കുന്ന ഫോൺ എന്ന് പറയുന്നത് മോട്ടോയുടെ Moto G35 5G എന്ന മോഡലാണ്.
ഇതിൻ്റെ ഒരു ഡിസൈൻ പറയുകയാണെങ്കിൽ ബീഗർ ലെതർ ആയിട്ടാണ് വരുന്നത്. ഡിസ്പ്ലേ പറ്റി പറയുകയാണെങ്കിൽ 6.72 ഇഞ്ച് വരുന്ന ഒരു ഫുൾ HD IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz ഹൈ റിഫ്രഷ് റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. കോറിന് കൊറില്ല ഗ്ലാസ് 3 പ്രൊട്ടക്ഷനും ഫ്രണ്ടിൽ വരുന്നുണ്ട്. ഫ്രണ്ടിൽ ക്യാമറ സെറ്റപ്പ് ആണെങ്കിൽ പഞ്ച് ഹോൾ ആയിട്ടാണ് വരുന്നത്, നോച്ച് അല്ല. സോ അത് ബെറ്റർ ആണ്. പിന്നീട് ക്യാമറ ആണെങ്കിൽ 15 MB പ്രൈമറി ക്യാമറ വരുന്നുണ്ട്, 8 MB അൾട്രാ വൈഡ് വരുന്നുണ്ട്. നോർമലി ബാക്കി ഏതൊരു ഫോണിനും ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ അൾട്രാ വൈഡ് ഒന്നും വരുന്നില്ല. സെക്കൻഡറി ക്യാമറ ഒരു നേരാമണ്ണം വരുന്നില്ല. സോ ആ റേഞ്ചിൽ 8 MB അൾട്രാ വൈഡ് കൊടുത്തിട്ടുണ്ട്, ബെസ്റ്റാണ്. പിന്നീട് സെൽഫി ആണെങ്കിൽ 16 MB സെൽഫി ക്യാമറയും വരുന്നുണ്ട്. സോ ആ കാര്യത്തിൽ ക്യാമറയുടെ കാര്യത്തിൽ ഈ ഒരു ഫോൺ ബെസ്റ്റാണ്. ദെൻ പെർഫോമൻസ് ആണെങ്കിൽ തന്നെ യൂണിസോക്കിൻ്റെ T760 എന്ന ചിപ്സെറ്റാണ് വരുന്നത്. ആൻറ്റു സ്കോറൊക്കെ ആണെങ്കിൽ അറൗണ്ട് ഒരു 4,17,000 ആ റേഞ്ചൊക്കെ കിട്ടുന്നുണ്ട്. സോ അത്യാവശ്യം നല്ല പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫോൺ കൂടിയാണ്. 5000 mAh ബാറ്ററി വരുന്നുണ്ട്. അതുപോലെ തന്നെ 20 വാട്ടിനാണ് ഫാസ്റ്റ് ചാർജർ ആയിട്ട് വരുന്നത്. പിന്നീട് മോട്ടോറോള ഫോണാണ്, ഹെലോ യു ആയിട്ടാണ് വരുന്നത്. ആൻഡ്രോയിഡ് 14 ആണ്. 15 അപ്ഡേറ്റ് എന്തായാലും ഇതിൽ കിട്ടുന്നതായിരിക്കും. 15 അപ്ഡേറ്റും കിട്ടും, 2 വർഷത്തേക്ക് സെക്യൂരിറ്റി അപ്ഡേറ്റും മോട്ടോറോള ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്രൈസ് പറയുകയാണെങ്കിൽ 4GB 128GB ഒറ്റ വേരിയൻ്റ് ആയിട്ടേ വരുന്നുള്ളൂ. ഇതിൻ്റെ പ്രൈസാണ് 999. സോ 10,000 രൂപ റേഞ്ചിൽ ഫുൾ HD 120 Hz റിഫ്രഷ് റേറ്റുള്ള ഡിസ്പ്ലേ വരുന്നുണ്ട്. പെർഫോമൻസ്, ക്യാമറ, അൾട്രാ വൈഡ് വരുന്നുണ്ട്, എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഈ 4 ഫോൺസാണ് ഈ ഒരു 10,000 രൂപ പ്രൈസ് സെഗ്മെൻറ്റിലെ ബെസ്റ്റായിട്ട് നിൽക്കുന്ന ഫോൺസ് എന്ന് പറയുന്നത്. സോ ഇതിലെല്ലാത്തിലും ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ ആയിട്ടുള്ള ഫോൺ എന്ന് പറയുന്നത് മോട്ടോറോളയുടെ മോട്ടോ G35 എന്ന മോഡൽ തന്നെയാണ്. ബാക്കി എടുക്കാം, IQ ആണെങ്കിലും അതുപോലെ തന്നെ റിയൽമിയുടെ ഒക്കെ ഫോണാണെങ്കിൽ അത്യാവശ്യം നല്ലതാണ്. ഈ ഒരു വീഡിയോയിൽ പറയുന്ന 4 ഫോൺസ് എന്ന് പറഞ്ഞാൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന 4 ഫോൺസാണ്. ഇതല്ലാതെ വേറെ ബ്രാൻഡ് ഒരുപാട് ഫോൺസ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ബെസ്റ്റായിട്ട് തോന്നിയ ഫോൺസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക എന്തായാലും. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് യുവർ ഫ്രണ്ട് അഭിനവ് സൈനിങ് ഓഫ്. ബൈ.